ഭൂതത്താൻകെട്ട് മുതൽ വടാട്ടുപാറ മീരാൻ സിറ്റി വരെ ഇനി യാത്ര സുഗമം. 7 കിലോമീറ്റർ ദൂരത്തിൽ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള കാഴ്ച മറയ്ക്കുന്ന കാടുകൾ വെട്ടിമാറ്റാൻ തുടങ്ങി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയിംസ് കോറമ്പലിന്റെ നേതൃത്വത്തിലാണ് ഈ ഉദ്യമം പുരോഗമിക്കുന്നത്. ഭൂതത്താൻകെട്ട് മുതൽ വടാട്ടുപാറ മീരാൻ സിറ്റി വരെയുള്ള 7 കിലോമീറ്റർ ദൂരത്തിൽ റോഡിന്റെ ഇരുവശങ്ങളിലും കാടുകൾ വളർന്ന് കാഴ്ച മറയ്ക്കുന്ന നിലയിലായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയിംസ് കോറമ്പേലിന്റെ നേതൃത്വത്തിൽ ഈ കാടുകൾ വെട്ടിമാറ്റി യാത്ര സുഗമമാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. കഴിഞ്ഞ 2 ഘട്ടങ്ങളിലേതുപോലെ ഇക്കുറിയും നാട്ടുകാരുടെ പൂർണ്ണ സഹകരണത്തോടെയാണ് കാടുവെട്ടൽ ജോലികൾ നടക്കുന്നത്. സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജിനോ ഇഞ്ചപ്ലാക്കൽ, CPM നേതാവ് KM വിനോദ്, PK പൗലോസ്, KS ബിനോയ്, ബിജു കൊളുത്താശ്ശേരി, ബിനോയ് കൊളുത്താശ്ശേരി, സജി ഇലംകുടി, PV വർഗീസ്, സനൂപ് KS തുടങ്ങിയവരും നാട്ടുകാർക്കൊപ്പം ചേർന്നു. വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്നവർക്ക് ഈ ഉദ്യമം ഗുണകരമാകുമെന്ന് ജെയിംസ് കോറമ്പൽ പ്രത്യാശ പ്രകടിപ്പിച്ചു. വടാട്ടുപാറയിലെ മുഴുവൻ ജനങ്ങളുടെയും ആത്മാർത്ഥമായ സഹകരണത്തോടു കൂടി ഭൂതത്താൻകെട്ട് മുതൽ വടാട്ടുപാറ മീരാൻ സിറ്റി വരെയുള്ള 7 കിലോമീറ്റർ തേക്കിൻകാടിൻ്റെ ഇരുവശവും 10 മീറ്റർ ദൂരത്തിൽ വടാട്ടുപാറക്കാർ എല്ലാവരും കൂടി വെട്ടി യാത്ര സുഗമമാക്കുന്നതിനുള്ള നടപടികളാണ് ഈ ദിവസം നടന്നത്. കഴിഞ്ഞ 2 ഘട്ടങ്ങളിലും വടാട്ടുപാറയിലെ മുഴുവൻ ആളുകളുടെയും സഹകരണം ഉണ്ടായിരുന്നു. ഇത് 3ാം ഘട്ടമായാണ് ഇന്ന് ഈ വർക്ക് നടത്തിയത്. വളരെ വിപുലമായ തോതിൽ വടാട്ടുപാറയിലെ ജനങ്ങൾ സഹകരിച്ചു. വടാട്ടുപാറ ജനതയുടെ കൂട്ടായ്മയുടെ വലിയ വിജയമാണ് ഈ കാട് മുഴുവൻ വെട്ടിത്തെളിക്കാൻ നമുക്ക് സാധിച്ചത്. സഹകരിച്ച എല്ലാവരോടും പ്രത്യേകമായി നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. വടാട്ടുപാറയിലെ മർത്തോമ സിറ്റിയിലുള്ള ഓട്ടോറിക്ഷക്കാരെല്ലാം വളരെ നേരത്തെ തന്നെ വന്ന് കാട് വെട്ടുന്നതിന് സഹകരിക്കുകയുണ്ടായി. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആത്മാർത്ഥമായ സഹകരണം ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ട്. എല്ലാ ജനങ്ങളോടുമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു. വനംവകുപ്പിന്റെ അനുമതിയോടെ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ കൂടി നീക്കം ചെയ്താൽ കടുത്ത യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മീഡിയ 60 കോതമംഗലം.